ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീം ക്യാൻസിയോൺ. അപ്പം നമ്മൾ ഇന്ന് വേറൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. ഏതാണ് മൂവി? ലോക ചാപ്റ്റർ 1. അതെ, നമ്മളിന്ന് ലോക കണ്ടിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഡയറക്ടർ ആരാണ്, റൈറ്റർ ആരാണ് അതൊക്കെ നോക്കാം. റൈറ്റർ വരുന്നത് ഡൊമിനിക് അരുണാണ്. സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റോറി ലൈനാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടതാണ്, അടിപൊളിയാണ്. ആദ്യം സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സാധനമുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയുടെ ലെവൽ ഏത് ലെവലാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ മാർവൽ അങ്ങനത്തെ ടൈപ്പ് ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ ഇരുന്ന് പോകും. പിന്നെ ഓരോ പാർട്ട് വൈസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് ലാഗ് തോന്നി, കൺഫ്യൂഷൻ ഇത് എങ്ങോട്ടാണ് ഈ സിനിമയുടെ പോക്കെന്നുള്ളത്, എന്ത് നമ്മൾ ഏത് റൂട്ടിലോട്ടാണ് ഈ സംഭവം പോകുന്നത് നല്ലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് ഫസ്റ്റ് ഹാഫിന്റെ പകുതി, പക്ഷേ ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ലാസ്റ്റ് പാർട്ട് മുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വേറെ ലെവലിലോട്ട് ആ ഒരു മൂവി ഇങ്ങനെ പോക്കും. നമുക്ക് ടീസർ കണ്ടിട്ടും എന്നും വിചാരിക്കുന്ന പോലെയല്ല മൂവി സ്റ്റോറി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അടിപൊളി മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കണം. പലരും മടിച്ചിരിക്കുന്നുണ്ട്. ലൈക്ക് ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഈ മാർവൽ ടൈപ്പ് മൂവി കൊണ്ടുവന്ന ലൈക്ക് സ്റ്റോറി ആയിരിക്കും, കൊള്ളത്തില്ലായിരിക്കും. പക്ഷേ പ്രൊഡ്യൂസർ നമുക്കറിയില്ല, ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനാണ്. അതായത് ഡയറക്ടറൊക്കെ പക്ക നമ്മളൊരു മലയാളിക്ക് അത് അട്രാക്ട് ചെയ്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ ഒരു അട്രാക്ഷൻ ലെവല് അതിനകത്ത് ചില മൂവീസ് ഉണ്ടല്ലോ, നമ്മുടെ മലയാളം മൂവീസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് അത് വേറെ രീതിക്കായി പോയിട്ട്, പക്ഷേ ഇത് അങ്ങനെ ആ പീക്കിൽ പോയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സാധനം, മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇങ്ങനെ ഒരു സാധനം വരണേ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം നല്ല ക്ലിയർ, നല്ല വൃത്തിക്ക് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ ആ ഒരു പ്രൊഡക്ഷൻ അതൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വരുമ്പം കല്യാണി പ്രിയദർശൻ, ഓ മൈ ഗോഡ്, നമുക്ക് ഭയങ്കര ഇത്രയും നാളെ കണ്ടുവെച്ച് വേറെ ഒരു ലെവൽ ഓഫ് ആക്ടിങ്ങും അവളുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. വേറൊരു ലുക്കാണ്. അതെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. പിന്നെ നസ്ലിൻ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ആ ഒരു കൊച്ചു ചെറുക്കൻ ഭയങ്കര രസമാണ്. പിന്നെ നിഷാന്ത് സാഗർ ഉണ്ട്, പിന്നെ ചന്തു എന്നല്ലേ പേര്? അതെ, ചന്തു. പിന്നെ ആരായിരുന്നു? പിന്നെ അരുൺ, സാൻഡി മറ്റേ ചോക്ലേറ്റ് കോഫി. അതെ, അത് നല്ലൊരു സാൻഡിയുടെ ആക്ടിങ് ഭയങ്കര അടിപൊളി ആക്ടിങ് ആണ്. സോ കാണാൻ മടിച്ചിരിക്കുന്നവര് മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് അതും എടുത്ത് പറയേണ്ട ഒന്നാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ആ ആൾക്കൂട്ടത്തിലും എല്ലാം ഇരുന്ന് കണ്ടിട്ട് കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീല് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആ ഒരു ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. അത് അവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക, ആ ഒരു മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കുറേ രോമാഞ്ചം വരുന്നത്. പിന്നെ മൂവിൽ കുറേ സർപ്രൈസ് ഉണ്ട്. അതൊക്കെ കുറേ ഞങ്ങൾക്കത് പറയാൻ ഇങ്ങനെ വരികയാണ്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ കണ്ടത് മനസ്സിലാക്കണം. എന്തായാലും ഈ ഭയങ്കര ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ഫിലിം ചെയ്തതിൽ ഭയങ്കര സല്യൂട്ട്. അടിപൊളി ഒരു ബഡ്ജറ്റ് ഫിലിമാണ്. പിന്നെ പറയുമ്പം ഞാൻ എല്ലാവരും കാണാം, എല്ലാവരും മടിച്ചിരിക്കില്ല. ഞാൻ സത്യം എൻ്റെ ഇതനുസരിച്ച് ഞാൻ ഈ വർഷം കണ്ടില്ല. ഈ വർഷം കുറേ സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമാണല്ലോ, കുറേ അടിപൊളി സിനിമകൾ. ഞാൻ ഈ ഒരു വർഷം കണ്ടത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി സിനിമ ഞാൻ പറയുന്നതിന് അത്രയ്ക്ക് അടിപൊളിയാണ് ഈ മൂവി. എല്ലാവരും കാണണം. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അവർ റിവ്യൂ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതെ, സസ്പെൻസ് ഒക്കെ കണ്ട് മനസ്സിലാക്കാം. മാത്രമല്ല, ഇതിപ്പം ചന്ദ്ര ചാപ്റ്റർ 1 ഉള്ളൂ. ഇനി എന്തായാലും കണ്ടിന്യൂഷൻ ഉറപ്പായിട്ട് കാണും. കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചാപ്റ്റർ 1 കണ്ടേ പറ്റൂ. സോ തന്നെ തോന്നിപ്പോകും ചാപ്റ്റർ 2ഉം 4ഉം എല്ലാം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടെ പോയി കാണാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പം സോ എല്ലാവരും കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ പോയി കാണാം. ഞങ്ങൾ ഇനി
നിങ്ങൾ ശ്രമിക്കും കാണാനായിട്ട്. അപ്പം അപ്പോൾ ഈ ഒരു ഓണം വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റും. നല്ലൊരു ഓണം റിലീസ് മൂവിയാണ്. അത് ഇന്നലെയും ഞാനൊന്നും അങ്ങനെ വലിയ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നൊക്കെ ഞങ്ങൾ പോയപ്പോൾ നല്ല ഞങ്ങൾ റിവ്യൂ നോക്കിയായിരുന്നു, പക്ഷെ ട്രെയിലർ കാണാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ ട്രെയിലർ നോക്കിയില്ല, ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു സിനിമയുള്ള കാര്യം അറിയുന്നത്. അത് ഞാൻ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിനിമ പോസ്റ്ററൊക്കെ കണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഞങ്ങൾ ഏത് സിനിമയാണ് പോയപ്പോഴായിരുന്നു വേണ്ടേ? ലാസ്റ്റ് സിനിമ വേണ്ടേ? കൂലി കാണാൻ പോയപ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് വന്നില്ലായിരുന്നു. അടിപൊളി. എന്നാലും അതിനെപ്പറ്റി അങ്ങനെ ഓർത്തില്ല. പിന്നെ ഇത്ര നല്ലൊരു സിനിമയാണെന്ന് നമ്മൾ ഓർത്തില്ല. ഇന്ന് രാവിലെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ നല്ലൊരു വർത്തായിരുന്നു, നല്ല വർത്തായിരുന്നു. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു അടിപൊളി ബൈ.